ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ യാത്ര യൂറോപ്പിലെ ചെക്ക് റിപ്പബ്ലിക് എന്ന രാജ്യത്തിലേക്കാണ്. യൂറോപ്പിലെ മുഴുവനായും കരയാൽ ചുറ്റപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നാണ് ചെക്കിയ എന്ന വിളിപ്പേരുള്ള ചെക്ക് റിപ്പബ്ലിക്. സുന്ദരമായ കാഴ്ചകളുമായി ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാജ്യത്തെ ഏറ്റവും വലിയ നഗരവും തലസ്ഥാന നഗരവുമായ പ്രാഗിലേക്കാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത്. ഏകദേശം 800 വർഷത്തോളം പുരാതന റോമ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന ഈ രാജ്യം 1806 റോമ സാമ്രാജ്യം പിരിച്ചുവിട്ടതോടെ ഓസ്ട്രിയൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി. ഈ തുരങ്കപാത കടക്കുന്നതോടെ നമ്മൾ പ്രാഗ് നഗരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതാണ് പ്രാഗ് നഗരത്തിൻ്റെ പ്രവേശന കവാടം. ഈ കവാടം കടന്നു കഴിഞ്ഞാൽ ആദ്യ കാഴ്ച നഗരത്തിലൂടെ ഓടുന്ന സുന്ദരമായ ട്രാമുകളും നദീതീര കാഴ്ചകളുമാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഓസ്ട്രിയ ഹംഗറിയുടെ തകർച്ചയെ തുടർന്ന് 1918 ഈ രാജ്യത്തിൻ്റെ ഭൂരിഭാഗവും ചെക്ക് സ്ലോവാക് റിപ്പബ്ലിക്കിൻ്റെ ഭാഗമായി. ചെക്ക് കൊറോണ അഥവാ ചെക്ക് ക്രൗൺ ആണ് ഇവിടുത്തെ കറൻസി. രാജ്യത്തിലെ ഏറ്റവും വലിയ ട്രാം ശൃംഖലയാണ് ഈ നഗരത്തിലുള്ളത്. സഞ്ചാരികൾക്ക് ഈ ട്രാമിൽ യാത്ര ചെയ്തുകൊണ്ട് നഗരക്കാഴ്ചകൾ ചുറ്റിക്കാണുവാൻ സാധിക്കും. നഗരത്തിൻ്റെ പ്രധാന മേഖലകളിലൂടെ ഏകദേശം 144 കിലോമീറ്റർ ചുറ്റളവിൽ ഇത് സഞ്ചരിക്കുന്നു. പബ്ലിക് ട്രാൻസ്പോർട്ട് 24 മണിക്കൂറും ഇവിടെ അവൈലബിൾ ആണ്. യൂറോ, ഡോളർ പോലെയുള്ള നാണയങ്ങൾ സഞ്ചാരികൾക്ക് ഇവിടെ ഹോട്ടലുകളിലും മറ്റും ഉപയോഗിക്കാമെങ്കിലും കൊറോളയാണ് ഇവിടെ ഒഫീഷ്യലായി ഉപയോഗിക്കുന്ന നാണയം. നഗരത്തിലൂടെ സഞ്ചരിക്കുന്ന ഇത്തരം ട്രാമുകളിൽ 1 മണിക്കൂർ യാത്ര ചെയ്യുന്നതിന് യാത്രക്കാർ 30 കൊറോണ നൽകണം. മറ്റൊന്നാണ് രാജകീയ പ്രൗഢിയിലുള്ള ഇവിടുത്തെ പ്രാഗ് ഓൾഡ് കാറുകൾ. രാജകീയ വാഹനങ്ങളെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഇവ സഞ്ചാരികൾക്ക് നഗരം ചുറ്റിക്കാണുവാൻ അവസരമൊരുക്കുന്നു. ഈ നദിയിലായി ക്രമീകരിച്ചിരിക്കുന്ന ബോട്ട് സർവീസാണ് നഗരസഞ്ചാരികളെ ആകർഷിക്കുന്ന മറ്റൊന്ന്. ഇത് താരതമ്യേന ചെലവ് കൂടുതലാണെങ്കിലും സഞ്ചാരികൾക്ക് മറ്റൊരു അനുഭവം സമ്മാനിക്കുന്നു. നഗരക്കാഴ്ചകൾ തുടങ്ങുന്നത് ഇവിടെ നിന്നുമാണ്. സമയം അളക്കുന്ന ലോകത്തിലെ ഒരേ ഒരു ജ്യോതിശാസ്ത്ര ഘടികാരമാണിത്. നക്ഷത്ര സമയങ്ങൾ ഇതിൽ റോമൻ നമ്പറിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇതിനെ ആസ്ട്രോണമിക്കൽ ക്ലോക്ക് എന്ന് പറയുന്നു. ഇത് സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എന്നിവയുടെ സ്ഥാനത്തെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ നൽകുന്നു. 1410 ആണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ഓൾഡ് ടൗൺ സ്ക്വയറിലെ കാഴ്ചകൾ ഈ ആസ്ട്രോണമിക്കൽ ക്ലോക്കിൽ നിന്നും തുടങ്ങുന്നു. കാലം മാറിയാലും ഓൾഡ് ടൗൺ സ്ക്വയറിൻ്റെ രാജകീയ പ്രൗഢി ഇന്നും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള ഓരോ മോഡലുകളും ഓരോ കെട്ടിടങ്ങളും വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇവിടെ എത്തുന്ന ഏതൊരു സഞ്ചാരിയുടെയും മനസ്സിൽ കണ്ണുടുക്കുന്ന ഒന്നാണ് ഇവിടുത്തെ ആർക്കിടെക്ചറൽ സിംഫണീസ്.
ഇവിടുത്തെ ഓരോ കെട്ടിടങ്ങളും, എന്തിനേറെ ഷോപ്പിംഗ് മാളുകൾ പോലും ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കരവിരുത് കൈവിടാതെയാണ്. ഈ നഗരത്തിലെ ആർക്കിടെക്ചറൽ സിംഫണിയുടെ അടയാളമായ ഡാൻസിംഗ് ഹൗസിലേക്കാണ് അടുത്ത യാത്ര. ഡാൻസിംഗ് ഹൗസിലെ കൗതുക കാഴ്ചകളും പ്രാഗിലെ മറ്റ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.